എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും മനസ്സിൽ പ്രണയമൊക്കെ പൂവണിഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റുള്ളവരെയൊക്കെ കബളിപ്പിച്ച് രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങുകയാണ്. തൻ്റെ മനസ്സിലുള്ള പ്രണയവും തൻ്റെ ഇത്രയും നാളും ഒളിച്ചു വെച്ചിരുന്ന നന്ദുവിൻ്റെ ഒരു അനിയോടുള്ള അത്രയും ആത്മാർത്ഥ സ്നേഹമൊക്കെ അവർ പങ്കിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചിദാനന്ദൻ്റെ കുറച്ച് പെർഫോമൻസുകളൊക്കെയാണ് ഈ ഒരു പ്രൊമോയിൽ വരുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഹൈപ്പും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം. നമ്മുടെ ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്ബൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാണിക്കുന്ന പ്രൊമോ എന്ന തുടക്കത്തിൽ നമ്മുടെ നവ്യ ജസ്റ്റ് റൂമിൽ ഇരുന്ന് മൊബൈൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അബി കടന്നു വരെയും അബി പറയാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ സച്ചിദാനന്ദനുമായിട്ടുള്ള ആ ഒരു വിവാഹം നിങ്ങളെല്ലാവരും കൂടെ ഉറപ്പിക്കണം. നിങ്ങൾ എന്താണ് ഒരു അയവില്ലാത്തത്, അയഞ്ഞിങ്ങനെ നടക്കുന്ന എന്താണ്, അയാൾ ഇത്രയും ഇൻട്രസ്റ്റോടു കൂടി നമ്മുടെ നന്ദുവിൻ്റെ ആ ഒരു അത്രയും സ്മാർട്ട്നെസ്സും ഒക്കെ കണ്ടിഷ്ടപ്പെട്ടും എല്ലാ വിവരങ്ങളും അറിഞ്ഞാണ് അയാൾ വന്നേക്കുന്നത്. പിന്നെ എന്താണ് നിങ്ങൾക്ക് ആർക്കും ഒരു ഉത്സാഹമൊന്നും ഇല്ലാത്തത്? നീ പറയുന്നതിനെ കാട്ടിലും കൂടുതൽ നമ്മുടെ നയന പറയുകയാണെങ്കിൽ നന്ദു കേൾക്കും. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അവളും പറയുന്നുണ്ട്, അബി ഞാനും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ അനി അങ്ങനെയല്ലല്ലോ, അവളെ പുറകെ നടക്കുകയാണല്ലോ. ഓക്കെ, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അനിയുടെ കാര്യം അവിടെ നമ്മൾ വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കണ്ട. നിങ്ങൾ നമ്മുടെ നന്ദുവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റി സമ്മതിപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ കല്യാണം എത്രയും പെട്ടെന്ന് നിങ്ങൾ നടത്താൻ നോക്കുക. അത് നന്ദുവിൻ്റെ ഭാവിക്കും എന്തുകൊണ്ടും നല്ലതാണെന്നൊക്കെ നമ്മുടെ അബി പറയുകയാണ്. അപ്പോൾ അബിയോട് നമ്മുടെ നവ്യ പറയുന്നുണ്ട്, എന്തായാലും നോക്കട്ടെ, നമുക്ക് നന്ദുവിൻ്റെ മനസ്സ് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. അവൾക്ക് വേറൊരു വിവാഹം ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് അവൾ നിൽക്കുന്നത്. അനി അവളുടെ മനസ്സിലില്ല എന്നും അവൾ പറയുന്നുണ്ട്. എന്നാലും നമുക്ക് ഞാനും നൈനയും കൂടെ മാക്സിമം ശ്രമിക്കാമെന്ന് നമ്മുടെ നവ്യ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നവ്യ നേരെ നൈനയുടെ അടുത്ത് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താണ് അഭിയേട്ടനും അനിക്കും എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, ഇപ്പം എന്താണ് നവ്യേച്ചിക്ക് വേണ്ടതെന്ന് നൈന ചോദിക്കണം. അപ്പോൾ പറയുന്നുണ്ട്, നീ ആ നന്ദുവിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ പറഞ്ഞാൽ അവൾ കേൾക്കും. ഈ സച്ചിദാനന്ദനുമായിട്ടുള്ള നല്ലൊരു കല്യാണാലോചനയാണ്, അത് ഈ വെച്ച് നീട്ടിക്കൊണ്ട് പോകണം എന്തിനാണ്, നമുക്കത് എത്രയും പെട്ടെന്ന് അവളെ കൊണ്ട് സമ്മതിപ്പിച്ച് ആ ഒരു ബന്ധം നല്ല രീതിയിലാക്കി അതങ്ങ് നടത്തി കൊടുക്കണം. അപ്പം നയന പറയുന്നുണ്ട്, ചേച്ചി ഞാൻ മാക്സിമം അവളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അനിയും ഒരു വശത്ത് കണക്കാ, നമ്മുടെ നന്ദും ഒരു വശത്ത് കണക്കാന്ന് നയന പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാൻ പറയുന്നതിനെക്കാട്ടിൽ നീ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കേൾക്കുന്നവരാണ്. അതുകൊണ്ട് നീ ഇതെങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി ബോധിപ്പിക്കണം. അച്ഛനും അമ്മയ്ക്ക് എന്തായാലും സമ്മതമാണ്. അപ്പം നന്ദുവും കൂടെ സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ ഒട്ടും വൈകിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതങ്ങ് നടന്നോളൂ. അപ്പോഴേക്കും അനിയും അതങ്ങ് ഉൾക്കൊള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ നവ്യ പറയുന്നത്. അപ്പം നവ്യ പറഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നയന ചിന്തിക്കുന്നുണ്ട്, ശരിയാണ്, നന്ദുവിൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് ഇതിനൊരു സമ്മതം അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും എടുപ്പിക്കണം. അവൾ വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നാലും നമ്മളത് ശ്രമിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിൻ്റെ വീടാണ്. അപ്പം നന്ദുവിൻ്റെ ഗോവിന്ദനും കനകയും ഫുഡ് എന്തോ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോള് വരെയാണ് നമ്മുടെ കനകയുടെ ഫോണിൽ. അപ്പോൾ എടുക്കുമ്പോൾ സച്ചിയുടെ ഫോണാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മ ഞാൻ വെറുതെ വിളിച്ചതാണ്, വേറൊന്നുമില്ല, അമ്മയ്ക്കറിയാലോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് നന്ദു, അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അമ്മേനെ വിളിച്ചതെന്ന് പറയുന്നത്. എന്താ മോനെ പറഞ്ഞോളൂ. ഞാൻ നന്ദുവിനെ വിളിച്ചപ്പോൾ ഫോൺ ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വിളിക്കുമായിരിക്കും, പക്ഷേ എന്നിട്ടും വിളിച്ചില്ല, പിന്നെയും വിളിച്ചപ്പോഴും ബിസിയാണ്. അപ്പോൾ ഞാനൊരു സംശയരോഗി ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ അമ്മേ, എന്നാലും ഞാൻ അവളുടെ ഫോണ് വെറുതെ ഒന്ന് ആ നമ്പർ ചെക്ക് ചെയ്തപ്പോൾ അവൾ വിളിച്ചേക്കുന്നത് അനിയാണ്. കനക ആകെ ഞെട്ടാണ്. കാര്യം അവൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാം, സച്ചിദാനന്ദൻ്റെ അടുത്ത് ഒന്നും പറയാനും അവസരം കിട്ടുന്നില്ല. അപ്പോൾ അമ്മ നന്ദുവിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്നും ദേഷ്യപ്പെടുകയോ ഞാൻ വിളിച്ച് പറഞ്ഞു എന്നൊന്നും പറയരുത്, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം അമ്മേ, എനിക്ക് അവളോടുള്ള ഇൻട്രസ്റ്റ് അത്രേ ഉള്ളതുകൊണ്ടാണ് ഞാനൊന്ന് വിളിച്ചു. അപ്പോൾ തിരിച്ച് വിളിക്കാത്ത, അറ്റ്ലീസ്റ്റ് അവൾ അത് സംസാരിച്ചിട്ടാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണ്ടേ, അവൾ അതും വിളിച്ചില്ല. അപ്പോൾ എനിക്കതൊരു ഇതായി പോയെന്ന് പറഞ്ഞിട്ട് സച്ചിദാനന്ദൻ ഫോൺ വെക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ കനക നന്ദുവിനെ വിളിക്കുകയാണ്. അപ്പം ഗോവിന്ദൻ ചോദിക്കുകയാണ്,
വിളിക്കുകയാണ്. എന്താണെടി ആരാ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഗോവിന്ദേട്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക നന്ദുവിനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുകയാണ്. നീ ആരെയാടി ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്? ആ സച്ചിമോൻ വിളിച്ചിട്ട് നീ എടുക്കാത്തന്നെ? എനിക്ക് തോന്നിയില്ല എടുക്കാൻ, നിൻ്റെ ഫോൺ ബിസി ആയിരുന്നല്ലോ, നീ അനീനയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്? ഞാൻ അനീനെ ഒന്നും വിളിച്ചില്ല. സച്ചി പറഞ്ഞല്ലോ അനീനെയാണ് വിളിച്ചതെന്ന്. സച്ചി നമ്പർ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അനീന കോളാണ്. അയാൾക്ക് സംശയരോഗം കൂടെ ഉണ്ടോ? അതാ ഞാൻ പറയുന്നത്, ഇത് ഇപ്പോഴേ ആ ബന്ധം അങ്ങ് നിർത്തി വെക്കുന്നതാണ് നല്ലത്. ഒരു ബോറൻ അയാൾ. നിനക്ക് ബോറനായിട്ടൊക്കെ തോന്നൂടി. എന്തായാലും ഈ ഒരു കല്യാണം ഞങ്ങൾ നടത്തും. നീ എന്താ സച്ചിദാനന്ദന് വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ മോളെ? അപ്പം നിനക്ക് തിരിച്ചു വിളിക്കാൻ പാടില്ല. അയാൾ കല്യാണം ആലോചിച്ചൊക്കെയല്ലേ. അപ്പം നന്ദു ഒന്നും പറയുന്നില്ല. നീ ഇപ്പോഴും ആ അവനുമായിട്ടുള്ള ബന്ധം തുടർന്ന് പോവുകയാണെങ്കിൽ നിനക്കത് നല്ലതിനല്ല എന്ന് നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ, ഞങ്ങൾ തമ്മിൽ വിളിച്ചാൽ എടുക്കാതിരിക്കാനുള്ള ഒരു ദേഷ്യമൊന്നും എനിക്കും അവനും ഇല്ല. അവൻ വിളിക്കുമ്പോൾ ഞാൻ കോൾ എടുത്തു, സംസാരിച്ചു. അതിലിപ്പോൾ എന്താണ് തെറ്റ്? എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് മാത്രമാണ് അനി എന്ന് നന്ദു പറയുന്നുണ്ട്. ആ ഒരു ബന്ധം അതിൽ തന്നെ പോകുന്നതാണ് നല്ലതെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കനക ദേഷ്യപ്പെട്ട് 2-3 നുള്ളും അടിയും ഒക്കെ കൊടുക്കുകയാണ്. നിൻ്റെ അഹങ്കാരം നിർത്തിക്കോ, നീ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ചട്ടുകം പഠിപ്പിച്ച് ഞാൻ നിൻ്റെ മേത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞ് കനക ഒരുപാട് ദേഷ്യപ്പെടാണ്. അമ്മ എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ശരി, സച്ചിദാനന്ദൻ നമുക്ക് ഇവിടെ വിവാഹം ആലോചിച്ചു എന്നിരിക്കുന്ന പയ്യനാണ്. അവൻ്റെ ഫോണ് നീ എടുക്കണം, അവനോട് സംസാരിക്കണം, അങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ അവർ രണ്ടുപേരും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നന്ദു ഈ ബോർണ കാണാൻ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് റൂമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അനി വിളിച്ചിട്ട് പറയുന്നുണ്ട്, നാളെ നീ ഒന്ന് ഗ്രൗണ്ടിൽ വരണം. എന്തിനാടാ? അത് നമുക്കൊന്ന് നടക്കാൻ പോവാം, കുറച്ച് നേരം സംസാരിക്കുകയും ചെയ്യാമല്ലോ. ഇവിടെ ഞാൻ രാവിലെ എണീറ്റ് പോയാൽ അമ്മയ്ക്കും അച്ഛനും ഒക്കെ സംശയം തോന്നും എന്ന് നന്ദു പറയുമ്പോൾ അനി പറയും, നീ വന്നില്ലെങ്കിലുണ്ടല്ലോ എനിക്കറിയാലോ, ഇനി അതിന് വേണ്ടി പിണങ്ങണ്ട, ഞാൻ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അവർ ഫോൺ വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും നമ്മുടെ സച്ചിദാനന്ദൻ വിളിച്ച് നോക്കുമ്പോൾ ബെല്ലടിക്കുന്നുണ്ട്. പക്ഷേ നന്ദു കോളൊന്നും എടുത്തില്ല. സച്ചിക്ക് അപ്പോഴും ഒരു വിഷമവും ദേഷ്യവുമാണ്. കാരണം ബെല്ലുണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല. നന്ദു എടുത്തില്ലല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അനി ഫോണൊക്കെ നന്ദുവിനെ ചെയ്തിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജാനകി വരികയാണ്. അവൻ്റെ ചിരി കണ്ടില്ലേ, നീ ആരെയാടാ ഇത്രയും നേരം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ ചോദിച്ച് ജാനകി ഒച്ചയെടുക്കുകയാണ്. അപ്പം അനിയുടെ അച്ഛനും വരികയാണ്. നീ എപ്പോഴും അവനെ ഒച്ചയെടുക്കണത് എന്തിനാണ്? അപ്പോൾ അനി പറയുന്നുണ്ട്, അച്ഛൻ എൻ്റെ പുറകെ നടന്ന് ഈ അമ്മ എപ്പോഴും ഒച്ചയെടുക്കണം. അല്ല ചേട്ടാ, എപ്പോൾ നോക്കിയാലും ആ ഫോൺ വിളി ആ പെണ്ണിനെ ആയിരിക്കും വിളിക്കുന്നത്. അവന് ജ്വല്ലറി 3 കൊടുത്തിട്ടുണ്ട്. അവൻ ആ ജോലിയോ അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളും അവൻ ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? അവൻ ആ പെണ്ണിൻ്റെ പുറകെ അങ്ങോട്ട് നടക്കുകയാണ്. ഏട്ടാ ജാനകി പറയുന്നുണ്ട്, എന്തായാലും ആ CA ആയിട്ടുള്ള നന്ദുവിൻ്റെ വിവാഹം നടക്കാൻ ഞാൻ ഒരുപാട് നേർച്ചകളും വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, അമ്മ എന്ത് നേർച്ച നടന്നാലും ഇത് നടക്കില്ല. നിനക്കപ്പോൾ അത് നടക്കരുതെന്നാണ് ആഗ്രഹം, അതുകൊണ്ടല്ല, അവളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അതിന് ചാൻസ് കുറവാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ജാനകി പോവുകയാണ്. എന്നിട്ട് നമ്മുടെ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ആ വിവാഹത്തിൽ നീ ഒരു തടസ്സം നിൽക്കുന്നതായിട്ട് ഞാൻ അറിയരുത്. അത് വളരെ മോശമായ ഒരു കാര്യമാണ്. അവരാ വിവാഹം നടത്തുകയാണെങ്കിൽ നടത്തിക്കോട്ടെ, നീ അതിൻ്റെ ഇടയിൽ ചെന്ന് വീഴരുതെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അനിയുടെ അച്ഛൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ സച്ചിദാനന്ദന് നമ്മുടെ അനാമികയുടെ അച്ഛനെ വിളിക്കുകയാണ്, വേണുവിനെ. എൻ്റെ വേണു അപ്പോൾ കോള് വന്നു. അപ്പോൾ എടുത്തിട്ട് ആ സാറേ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് വേണു. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സാറേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ അനിയും അനാമികയായിട്ടുള്ള വിവാഹം ഇതുവരെയും ബന്ധം വേർപെട്ടിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അനി വേറൊരു പെണ്ണിൻ്റെ കൂടെ നടക്കുകയാണെന്നും ബന്ധമുണ്ടെന്നും പറഞ്ഞ് അനാമിക ഒരു പെറ്റീഷൻ കൊടുക്കുകയാണെങ്കിൽ എനിക്കൊന്ന് മൂവ് ചെയ്യാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണുവിന് വലിയ സന്തോഷം. അങ്ങനെ ഒരു ചാൻസിന് വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുകയാണെന്നും അതെന്തായാലും ഞങ്ങൾ ഉടനെ തന്നെ ചെയ്യുമെന്നും സച്ചിദാനന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കാര്യം നമ്മുടെ സച്ചിക്ക് എങ്ങനെയെങ്കിലും ഈ അനീനെ ഒരു കുരുക്കുണ്ടാക്കി പിടിച്ച് ജയിലിലിട്ട് 2 കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാണിക്കലാണ് കാണിച്ചത്. അപ്പോൾ വേണു കിട്ടിയ അവസരമല്ല, അപ്പോൾ എന്തായാലും അത് ഉപയോഗിക്കണം എന്ന രീതിയിൽ തന്നെ വേണു ഇരിക്കുന്നുണ്ട്. എൻ്റെ വേണു പറയുന്നുണ്ട്, സാറ് ആ നന്ദു എന്ന് പറയുന്ന സാറിൻ്റെ കീഴ് ജീവനക്കാരിയായിട്ടുള്ള വിവാഹം ആലോചിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. വളരെ അന്വേഷിച്ചിട്ട് വേണം ആ ബന്ധം നടത്താൻ. കാര്യം സാറ് വിവാഹം കഴിച്ച് കഴിഞ്ഞിട്ടും അവളുടെ മനസ്സ് മൊത്തം അനിയുടെ പുറകെ ആണെങ്കിലോ എൻ്റെ മോൾക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം സാറിനും വരരുത്. അതുകൊണ്ടാണ് ഞാനിത് മുന്നേ കൂട്ടി പറയുന്നത്. എന്തായാലും അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അവൾ നല്ല ബോൾഡായിട്ടുള്ള കുട്ടി, അവൾക്ക് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ സാറിൻ്റെ തോന്നലല്ലേ. ഈ എൻ്റെ മോളുമായിട്ട് ബന്ധം വേർപിരിയാൻ കാരണം തന്നെ അനിയുടെയും നന്ദുവിൻ്റെ ഈ അടുത്ത ബന്ധം തന്നെയാണ്. സാറത് നോക്കി എല്ലാം അന്വേഷിച്ചിട്ട് വേണം ഈ ഒരു ഇതിൽ ചെന്ന് തല വെക്കാനെന്ന് നമ്മുടെ വേണു പറയുന്നുണ്ട്. അപ്പോൾ
ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് എന്നിട്ട് ഫോൺ വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സച്ചിദാനന്ദൻ ഇതൊക്കെ ഇങ്ങനെ കേട്ട് ഇരിക്കുകയാണ്. ആ സമയത്താണ് പിറ്റേന്ന് രാവിലെ നമ്മുടെ പിന്നെ അനി നടക്കാനായിട്ട് പോവാണ്. അപ്പോൾ ജാനകി എറാത്തിരിപ്പുണ്ട്. എവിടെയാണ് ഇത്ര രാവിലെ തന്നെ? എൻ്റെ വേഷം കണ്ടിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ല ഞാൻ നടക്കാൻ പോകണം. ഓ അവളും വരുമായിരിക്കും, ആ നന്ദു, അതായിരിക്കും നീ ഓടുന്നത്. അതിന് ഞാൻ ആദ്യമായിട്ടാണോ നടക്കാൻ പോണത്? പിന്നെ ഇന്നെന്താ, ഞാനും അജയേട്ടനും എപ്പോഴും നടക്കാൻ പോകുന്നതാണല്ലോ. അപ്പം നമ്മുടെ പിന്നെ ദേവയാനിയും നമ്മുടെ നയനയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ജാനകി നന്നായിട്ട് വഴക്ക് പറയണം അനീനെ. അവൻ അവളെ കാണാൻ വേണ്ടി പോവാണ്, സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ എല്ലാത്തിനും ഇങ്ങനെ സംശയം വെക്കല്ലേ ജാനകി, അവൻ നടക്കാൻ പൊക്കോട്ടെ, അതിനിപ്പോൾ എന്താണ്? അങ്ങനെ പറയുക വല്യമ്മ, ഞാൻ ആദ്യമായിട്ടാണോ നടക്കാൻ പോണത്? ഇതിന് മുന്നേ ഞാൻ നടക്കാൻ പോയിട്ടുള്ളതല്ലേ. പിന്നെ അല്ല നന്ദു പറഞ്ഞോന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് നടക്കാൻ പോകാനും പാടില്ല എന്നൊക്കെ വെക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ചെയ്യുക എന്നാൽ അമ്മ എൻ്റെ കൂടെ പോകുന്നുള്ളൂ. അപ്പോൾ അമ്മയുടെ സംശയം അങ്ങോട്ട് മാറട്ടെ. ഇനി ഞാൻ നന്ദുവിനെയാണോ കാണാൻ പോകുന്നതോ അതോ നടക്കാനാണോ പോകുന്നത് എന്നൊക്കെ അമ്മ ഒന്ന് നോക്കിക്കോളൂ. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇച്ചിരി തടി കൂടുന്നുണ്ട്, അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് നടന്നോളൂ, നടക്കാൻ പറഞ്ഞാൽ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് അനി പോവാണ്. അപ്പോൾ നമ്മുടെ ജാനകി നമ്മുടെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ പോയി നോക്കിക്കോ, ഇപ്പോൾ അവളും അവിടെ ഉണ്ടാവും. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, ഒരിക്കലും അനി വരുന്നു എന്ന് കരുതിയിട്ട് ഗ്രൗണ്ടിൽ നന്ദു ഒരിക്കലും നടക്കാൻ വരില്ല. അപ്പോൾ നമ്മുടെ ദേവയാനി പറയും, അവളൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ്, അവൾക്ക് അവളുടേതായ ബോഡി ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, നീ ഇങ്ങനെ എല്ലാത്തിനും സംശയം വെക്കല്ലേ ജാനകി എന്ന് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡോടുകൂടി ഈ ഒരു സീനോടുകൂടി എപ്പിസോഡ് വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ ട്വിസ്റ്റാണ് നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും ജീവിതത്തിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതുവരയ്ക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.